ആലപ്പുഴ അരൂരിൽ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് ഗർഡറുകൾ തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ആലപ്പുഴ അരൂർ സ്വദേശി രാജേഷാണ് മരിച്ചത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് കോൺക്രീറ്റ് ഗർഡർ തകർന്നു വീഴുകയായിരുന്നു. തകർന്ന വാനിൽ നിന്ന് ഡ്രൈവറുടെ മൃതദേഹം 3 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ വഴിതിരിച്ച് വിടുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം സുധീഷ് ഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം സുധീഷ് ഗോപാലിലേക്കാണ്. സുധീഷ്, വളരെ ദാരുണമായ ഒരു മരണത്തെക്കുറിച്ചാണ് നമുക്ക് ഈ പുത്തൻപുലരിയിൽ ആദ്യം തന്നെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള വാർത്ത. എന്തായാലും ആലപ്പുഴയിലെ രാജേഷ് എന്ന യുവാവാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും 2 ഗർഡറുകൾ തകർന്നു വീണു എന്നാണ് നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന വിവരം. എന്താണ് നിലവിലത്തെ സ്ഥിതി? മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അല്പമൊന്ന് ആശ്വാസകരമായ വാർത്ത എന്നുള്ളതാണ്. കാരണം ഏറെ പണിപ്പെട്ടിട്ടാണ് ഈ മൃതദേഹം പുറത്തെടുത്തത്. സുധീഷ് പറയും. ഈ അപകടം നടക്കുന്നത് പുലർച്ചെ 3 മണിയോടെയാണ് എന്നതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. ആ 3 മണിയോടെ അപകടം നടന്നെങ്കിലും ഏതാണ്ട് 6 മണിക്ക് ശേഷം മാത്രമാണ് ഈ വാഹനം വെട്ടിപ്പൊളിച്ച് അതിൽ നിന്നും ഈ വാഹനത്തിലേക്ക് പതിച്ച ഗർഡർ മാറ്റി മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായ ഈ പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷ് ആണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ തുറവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെ അപകടം നടന്നെങ്കിലും അത് കൃത്യമായി സമയബന്ധിതമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ വലിയ വീഴ്ച വന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ വാഹനം 2ആയി കീറി മുറിച്ചുകൊണ്ടാണ്, അത്തരത്തിൽ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം എടുക്കാൻ സാധിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലുപരി ഇത്തരത്തിൽ തുടർച്ചയായി ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ പതിവാകുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്നതും. ഇപ്പോൾ ഇത് എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് PWD സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇത് ജാക്കി തെന്നിമാറിയാണ് അപകടം ഉണ്ടായത് എന്നതാണ് പ്രാഥമികമായ നിഗമനം. അത് ഒരു ഗർഡർ പൂർണ്ണമായും നിലംപൊത്തുകയും 2 എണ്ണം തെന്നിമാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിലുണ്ടായ അപകടത്തിൽ ഈ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഈ ഗർഡർ പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും അത് ഈ അർദ്ധരാത്രി ഇല്ലെങ്കിൽ പുലർച്ചെ വലിയ വാഹനത്തിരക്ക് ഉണ്ടാകുന്നതിന് മുമ്പായതുകൊണ്ട് ഒരു തരത്തിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല എന്നത് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഇത്തരത്തിൽ ഈ തുറവൂർ ഭാഗത്ത് തന്നെ അപകടം ഉണ്ടാകുന്നത് 3ാം തവണയാണ്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ചെന്നിത്തല ഭാഗത്ത് ഒരു പാലം തകർന്നു വീണ് അപകടം ഉണ്ടായത്. അപ്പോൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അപാകതകൾ നിലനിൽക്കുന്നു. ഇല്ലെങ്കിൽ അത് കൃത്യമായി നിരീക്ഷിക്കാനും അതിലെ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല. വളരെ അപകടകരമായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ കൂട്ടിച്ചേർക്കേണ്ടത് ഇപ്പോൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വെൽഡിംഗ് ജോലികളും മറ്റും നടക്കുമ്പോൾ അതിന് താഴെ കൂടി പോകുന്ന യാത്രക്കാർക്ക് പൊള്ളലേൽക്കുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു. അത്തരം ചെറുതും വലുതുമായ അപകടങ്ങൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ വീഴ്ചയായി കാണേണ്ടത്. ഇത് കൃത്യമായി യാത്രക്കാർക്ക് പ്രശ്നമില്ലാതെ അപകടമില്ലാതെ എങ്ങനെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ച് ഒരു പഠനവും ഒരു പരിശോധനയും ഇവിടെ നടക്കുന്നില്ല. തോന്നിയ രീതിയിൽ നിർമ്മാണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആ രീതിയിൽ ഒരു ഗർഡർ പൂർണ്ണമായും തകർന്നു വീഴുകയും 2 എണ്ണം തെന്നിമാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. സുധീഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല. നേരത്തെ 2 തവണ ഇത്തരത്തിൽ ഒരു ഗർഡർ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്ഥലം MLA ദലീമ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ നേരത്തെ ദലീമയുമായി സംസാരിച്ചതുമാണ്. എന്താണ് ദലീമ അടക്കമുള്ളവർ പറയുന്നത്? ഇത് ഒരു ദാരുണ സംഭവം എന്ന രീതിയിലുള്ള ഒരു ഖേദപ്രകടനത്തിന് അപ്പുറത്ത് ദലീമയ്ക്ക് പറയാൻ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ദലീമ പറഞ്ഞതനുസരിച്ച് ഇത് ദാരുണ സംഭവം ആയിപ്പോയി. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഗതാഗതവും ഒരുപോലെ കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നും അവർ പറയുന്നു. അത് ശരിയാണ്. പക്ഷെ ആ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ
നിർമ്മാണം അത് അപകടകരമല്ലാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ നടത്തുകയും അതിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ സ്വീകരിച്ചും വേണ്ടത്ര മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചും കൊണ്ട് അവിടെ നിന്നും ഈ ഒരു അപകടം ഉണ്ടായാലും ഇത്തരം ഗർഡറുകൾ പതിക്കുന്ന പരിധി അത് കൃത്യമായി കണ്ട് അതിനനുസരിച്ചുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ അത്രയും സമയം വളരെ അപകടകരമായ നിർമ്മാണമാണെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായപ്പോൾ വാഹനം തിരിച്ചു വിട്ട രീതിയിൽ തന്നെ ഗതാഗതം തിരിച്ചു വിട്ടുകൊണ്ട് തന്നെ ആ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം ഇതിന് എല്ലാം വലുതും മനുഷ്യജീവൻ തന്നെയാണ്. ആ ജീവൻ വീണ്ടെടുക്കാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് തന്നെ അതിന് ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക, പരമാവധി സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കൃത്യമായി ഇത് ശ്രദ്ധിക്കാൻ ആളില്ല, വേണ്ടത്ര ജീവനക്കാരില്ല. അത്തരം ഇത് നിർമ്മാണം നടക്കുമ്പോൾ തന്നെ അവിടെ വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകുകയോ ഗതാഗതം മാറ്റിവിടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം തന്നെയാണ് ഈ തുറവൂർ ഭാഗത്ത് അപകടങ്ങൾ തുടരാൻ കാരണമാവുന്നത്. എന്നാൽ മറ്റെങ്ങുമില്ലാത്തവണ്ണം ഈ തുറവൂർ ഭാഗത്ത് തന്നെ അപകടങ്ങൾ ആവർത്തിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അരൂരിനും ചേർത്തലയ്ക്കും ഇടയിലുള്ള ഈ തുറവൂർ ഭാഗത്താണ് 3 തവണയും ഇത്തരത്തിൽ ഗർഡറുകൾ തെന്നിമാറി അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ രീതിയിൽ എന്താണ് ഇതിന് കാരണം എന്നത് സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ PWD സെക്രട്ടറി തന്നെ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് തുറവൂർ ഉണ്ടായ അപകടത്തിൽ മരിച്ചയാൾ, അദ്ദേഹം എത്രത്തോളം ജീവനോടെ എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു, ജീവന് വേണ്ടി എത്രത്തോളം അവിടെ കേണിട്ടുണ്ട് എന്നത് അടക്കമുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. 3 മണിക്കൂറിലധികം സമയം എടുത്താണ് അവിടെ ആ വാഹനത്തിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായിരുന്നു എങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ വളരെ വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. വാഹനത്തിലേക്ക് തന്നെ ഗർഡർ പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നതും ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതാണ് രാഹി. സുധീഷ്, അതോടൊപ്പം തന്നെ ഈ അപകടത്തെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ദേശീയപാതയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വാഹന ഗതാഗതമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൂടി? രാഹി, ഇപ്പോൾ എത്രയും വേഗം ഇവിടെ നിന്നും ഈ അപകടത്തിൽപ്പെട്ട വാഹനവും അതോടൊപ്പം തന്നെ തകർന്നു വീണ ഗർഡറും മാറ്റിക്കൊണ്ട് ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ സാഹചര്യത്തിൽ ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അത് അരൂക്കുറ്റി ഭാഗത്തു നിന്നും വഴിതിരിച്ചു വിടുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സറേ ജംഗ്ഷൻ ഭാഗത്തു നിന്നുമാണ് വഴിതിരിച്ചു വിടുന്നത്. അത്തരത്തിൽ ഗതാഗത നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിൽ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് എത്രയും വേഗം ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ആലോചിക്കുന്നത്. കാരണം രാവിലെ ഇനി ഓഫീസിലേക്ക് പോകേണ്ടവരുടെയും എല്ലാം വലിയ വാഹന തിരക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്തേക്ക് ഗതാഗതം തിരിച്ചുവിട്ടാൽ അത് കൂടുതൽ ഗതാഗത കുരുക്കിന് കാരണമാകും. കാരണം ദേശീയപാതയെ ആയി തട്ടിച്ചു നോക്കുമ്പോൾ അത്ര കണ്ട് വീതി ഇല്ലാത്ത റോഡാണ് ഇതിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗത്തുകൂടിയുള്ളത്. ഓരോ ഭാഗത്തേക്കുള്ള എറണാകുളം ഭാഗത്തേക്കുള്ളത് പടിഞ്ഞാറ് വഴിയും തിരിച്ച് ചേർത്തല ആലപ്പുഴ ഭാഗത്തേക്കുള്ളത് കിഴക്കേ റോഡ് വഴിയും വാഹനം തിരിച്ചു വിട്ടാൽ തന്നെയും അത്തരത്തിൽ പോകുമ്പോഴും അവിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ എത്രയും വേഗം ദേശീയപാതയിലൂടെ തന്നെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നതും രാഹി. സുധീഷ്, അതോടൊപ്പം ചോദിക്കുകയാണ്, ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ അപകടം സംഭവിച്ചത് എന്നും ഒരു റിപ്പോർട്ട് ഇടയ്ക്ക് വന്നിരുന്നു. ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അദ്ദേഹം ഈ വാഹനം യാത്രയിലായിരുന്നു. അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണ് സുധീഷ്? രാഹി, ഓടുന്ന വാഹനത്തിലേക്ക് തന്നെയാണ് ഇത്തരത്തിൽ ഗർഡർ തകർന്ന് പതിച്ചത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിൽ ഇതുപോലെ അദ്ദേഹം ഉണ്ടാകുമായിരുന്നില്ല എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വാഹനം സഞ്ചരിക്കുമ്പോൾ തന്നെയാണ് അപകടം ഉണ്ടായത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ നിർമ്മാണം നടക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾക്കും പരിമിതികളുണ്ട്. അത് ലഭ്യമാവാനുള്ള സാധ്യതയും കുറവാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തു തന്നെയായാലും ദേശീയപാതയിൽ ഈ ഗതാഗതം നടക്കുന്ന ഭാഗത്ത് വെച്ച് തന്നെയാണ് അപകടം ഉണ്ടായത്. അല്ലാതെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഇല്ലെങ്കിൽ ഗതാഗതം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്ന ഭാഗത്ത് വെച്ചല്ല
അപകടം നടന്നത്. അപ്പോൾ അവിടെ വാഹനം നിർത്തിയിട്ടപ്പോഴായാലും സഞ്ചരിക്കുമ്പോഴായാലും അത് നിർമ്മാണത്തിലുണ്ടായ വീഴ്ച തന്നെയാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരില്ലേ. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നത് തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം അത് ഗതാഗത സംവിധാനം ഉള്ള ഭാഗത്ത് വെച്ച് തന്നെയാണ് ഗർഡർ തകർന്നു വീണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ്. അല്ലാതെ നിരോധിത മേഖലയിൽ വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോഴോ ഒന്നും അല്ല അപകടം ഉണ്ടായത് എന്നത് ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഈ വാഹനം എത്രയും വേഗം ഇവിടെ നിന്നും നീക്കുക, ഒപ്പം തകർന്ന ഗർഡറുകളും മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഖി. ശരി സുധീഷ്, നമുക്ക് ജിജീഷ് കരുണാകരനിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. ജിജീഷ്, ആലപ്പുഴ അരൂരിലുണ്ടായ ഈ അപകടം ഒരു ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായ ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും അവിടെ സ്ഥാപിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ്. ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് നമുക്ക് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. നേരത്തെ 2 തവണ ഇത്തരത്തിൽ ഗർഡർ വീണിരുന്നു. അന്ന് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അധികാരികൾക്ക് ഉണരാൻ ഒരു ജീവനാണ് കുരുതി കൊടുക്കേണ്ടി വന്നത്. എന്തായാലും ജിജീഷിലേക്ക് വരാം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ദേശീയപാതയിലെ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് ചെമ്മനാട് ഭാഗത്ത് 2 മൂന്നിൽ ഗട്ടർ സ്ഥാപിക്കുന്ന സമയത്ത് ജാക്കി തെറ്റി താഴത്ത് വീണതിൻ്റെ ഫലമായിട്ട് ഒരു പിക്കപ്പ് വാൻ അടിപ്പെട്ട് ഒരാൾ അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അത് ഈ വാൻ എടുക്കണമെങ്കിൽ ഈ ഗട്ടർ മാറ്റിയാൽ മാത്രമേ സാധിക്കൂ. അതിന് വലിയ പുറകെ കൊണ്ടത് മാറ്റിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള വെയിറ്റ് ചെയ്യാണ് ദേശീയപാതയിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ ഗർഡർ സ്ഥാപിക്കുന്നതിനിടയിൽ ജാക്കി തെറ്റിയുണ്ടായ അപകടമാണ് എന്നുള്ളതാണ്. ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഓടുന്ന വാഹനത്തിന് മുകളിലേക്കാണ് ഈ ഗർഡർ തകർന്നു വീണത്. വാഹനത്തിന്റെ സീറ്റ് ബെൽറ്റ് ധരിച്ച് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു രാജേഷ്. എന്തായാലും ആ മൃതദേഹം മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക്